ഇമാജിൻ ദിസ്, നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, നല്ല അടിപൊളി കാർവിങ്സ് ഒക്കെ ഉള്ള നല്ല ഗോൾഡൻ ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഒരു ഡോറ്. അത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അത് ഹെവനിലോട്ടുള്ള ഒരു ഡോറാണ്. നമ്മൾ ക്യൂരിയസ് ആവില്ലേ, എത്ര ഭംഗിയുള്ള ഒരു സാധനം കാണുമ്പോൾ നമ്മൾ അതിലോട്ട് പോകാൻ വേണ്ടി ക്യൂരിയസ് ആവും. ആൻഡ് നിങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോ ഞാനിവിടെ സ്പീക്കറായി വന്നപ്പോൾ എക്സൈറ്റഡ് ആയ പോലെ ആ ഡോറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ പുഷ് ചെയ്ത് നോക്കും, അത് തുറക്കാൻ പറ്റും. നമ്മൾ പുള്ളി ചെയ്ത് നോക്കുന്നു, അപ്പോഴും അത് തുറക്കാൻ പറ്റും. നമ്മൾ ജിഗിൾ ചെയ്തു, കുറെ കൊട്ടി നോക്കി, തുറക്കാനേ പറ്റുന്നില്ല. ഒരു ഡോറിന്റെ ഫങ്ഷൻ എന്തായിരിക്കും ഒരു ഡോറിന്റെ ഫങ്ഷൻ? ആർക്ക് പറയാൻ പറ്റും? എന്താ ഡോറിന്റെ ഫങ്ഷൻ? എന്താ? പുറത്തുനിന്ന് ഒരാളെ കയറ്റാൻ. പിന്നെന്താ ഫങ്ഷൻ? രണ്ടു വേറെ സേഫ്റ്റി. ഓക്കെ, വെന്റിലേഷൻ അല്ലെ, ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, വഴി കാണിച്ചു തരാം. നമ്മൾ ഈ റൂമിൽ നിൽക്കുമ്പോൾ പുറത്തോട്ടുള്ള വഴി കാണിച്ചു തരാൻ ഒരു ഡോറിന് പറ്റും. അപ്പൊ ഈ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഡോറിനെ നമ്മൾ ഡോറെന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സംഗതിയായിരിക്കും. ഇവിടെ CID മ്യൂസിയത്തിൽ തോക്ക് കൊടുക്കുമ്പോൾ തോക്ക് കിട്ടില്ല, തോക്ക് തരാം, പക്ഷെ വെടി വെക്കാൻ പറ്റില്ല. വെടി വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തോക്ക്? നോക്കിയിട്ട് നടക്കാനാണോ? അല്ല. അപ്പൊ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് തന്നെയാണ്, ബിയോണ്ട് എസ്തെറ്റിക്സ്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഹായ്, ഐ എം അഭിജിത്ത്. Friends call me Stolen. I'm the lead UX and HA designer at EY. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആർക്കിടെക്ചറിൽ നിന്നായിരുന്നു. ഞാൻ പഠിച്ചത് BR-ലായിരുന്നു. അവിടെ സ്പേസസും പീപ്പിളും തമ്മിൽ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു ഞാൻ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് ഞാൻ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഡിസൈനിലോട്ട് വന്നു. അവിടെ നമ്മുടെ ലൈഫ് ഈസിയർ ആക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി ലൈഫിന് വേണ്ടിയിട്ടുള്ള ആപ്സും വെബ്സൈറ്റ്സും ഒക്കെ ഫ്രീലാൻസ് ആയിട്ടും അല്ലാതെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചില ഓർഗനൈസേഷന് വേണ്ടിയും ലീഡിങ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയും അതുപോലെ പവർ ആൻഡ് യൂട്ടിലിറ്റി സെക്ടറിന് വേണ്ടിയും മിഡിൽ ഈസ്റ്റ് റീജിയനിലും അതുപോലെ തന്നെ ചില ഫോറിൻ ഗവൺമെന്റിന് വേണ്ടിയും യൂസർ സെൻറ്റേർഡ് സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞാൻ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഉണ്ടല്ലേ? എന്താ മാറ്റം? നല്ല മാറ്റം ഉണ്ടല്ലേ? ഓക്കെ, ഞാനൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നു. ഒരു 107 കിലോ വെയിറ്റ് ഒക്കെയുള്ള, ഓവർ വെയിറ്റ് ആയിട്ടുള്ള, ലേസി ആയിട്ടുള്ള, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഒരുപാട് ബാഡ് ഹാബിറ്റ്സും റൂട്ടീൻസും ഉള്ള, ഇനി എന്താ പറയേണ്ടത്, ഞാനൊരു സ്ലോ മോഷനിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ ഒരു സ്റ്റേജിൽ പോയ ആൾക്കാരൊക്കെ അറിയാം, ലൈഫ് ഭയങ്കര സ്ലോ ആവും. ഇപ്പോഴത്തെ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ മാറ്റങ്ങളുണ്ട്. ഒരു കാര്യം ഈ മാറ്റത്തിനൊക്കെ റീസൺ ആയിരുന്നു. അത് വേറെ ഒന്നുമല്ല, അത് ഡിസൈൻ തന്നെയാണ്. ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ബാംഗ്ലൂരിലോട്ട് പോയി. സോ എനിക്ക് എൻ്റെ അറ്റ്മോസ്ഫിയറെ മാറി. അത് തന്നെ എനിക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റും. എൻ്റെ ലിവിങ് സ്പേസ് ഞാൻ റീഡിസൈൻ ചെയ്തു. ഞാൻ കുറച്ച് യൂസർ ജേർണി മാപ്പ് ഉണ്ടാക്കി. എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്ന ഗോളിലോട്ട് എത്തുന്ന യൂസർ ജേർണി മാപ്പുകൾ ഞാൻ ഉണ്ടാക്കി. ഇത് ഞാൻ റുട്ടീൻസ് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ദിവസം പോയി ഉണ്ടാക്കിയതല്ല. ഒബ്വിയസ്ലി അറ്റോമിക് ഹാബിറ്റ്സ്, 5 AM ക്ലബ്ബ്, മംഫു സോൾസ്, അങ്ങനെ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്കിൽ നിന്ന് അബ്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഈ റുട്ടീൻസ് വെച്ച് ഞാൻ ടൈം ബ്ലോക്ക് ചെയ്തു.
പിന്നെ ഞാൻ കുറച്ച് അൺവാണ്ടഡ് ആപ്പുകളെയും ആളുകളെയും ലൈഫിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. പുതിയ നമുക്ക് വേണ്ടതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. ബേസിക്കലി പറഞ്ഞാൽ ഇതായിരുന്നു ഡിസൈൻ. ഈ ചേഞ്ച് ആക്ച്വലി വർക്ക് ചെയ്യും. ആൻഡ് ഇപ്പൊ ഞാൻ മോർ പ്രൊഡക്റ്റീവ് ആണ്, മോർ ഹെൽത്തിയർ ആണ് കമ്പാരിറ്റീവ്ലി. ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഓൾ പ്രോസസ്സിൽ അവിടുന്ന് ഇവിടേക്കുള്ള ചേഞ്ച് ഇത് തന്നെ ഒരു വലിയ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഡിസൈൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബിൽഡിംഗ് പ്രോഡക്ട്സ്, ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്ഫോമിങ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ കാര്യം പഠിച്ചതിന് ശേഷം അപ്പം മുതൽ എനിക്ക് തോന്നുന്നതാണ് ഒരു ബെറ്റർ വേൾഡ് ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു സ്വപ്നം, ഒരു ആഗ്രഹം. പക്ഷെ ഈ സ്വപ്നത്തിന് ഒരു പ്രശ്നമുണ്ട്. ഞാനൊരാള് വിചാരിച്ചു നടക്കൂ ഇല്ല, പിന്നെ ഒരാള് വിചാരിച്ച നടക്കില്ല. ഇതൊരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ എന്തായാലും നടക്കാൻ പോകുന്നില്ല. സോ ഐ നീഡ് യുവർ ഹെൽപ്പ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് എനിക്ക് വേണം. കാരണം ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ പറ്റും. അപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. ടുഡേ ഐ എം ഇൻവൈറ്റിംഗ് യു ടു ജോയിൻ മീ ഇൻ റീതിങ്കിങ് ഡിസൈൻ. ഇവിടെ റീബിൽഡിംഗ് കോഴിക്കോട് പറഞ്ഞ പോലെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഒരു പുതിയ വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ റീതിങ്ക് ചെയ്യേണ്ടി വരും. ഇതൊരു മിഷനായിട്ട് നമുക്ക് കാണാം. ബാഡ് ഡിസൈൻ ഈസ് ദ എൻവി. അവർ മിഷൻ റീതിങ്ക്, റീഷേപ്പ് ആൻഡ് ലെവൽ അപ്പ് ദ വേൾഡ്. റെഡിയാണോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ശരിക്കും റെഡിയാണോ? മതി. നമ്മളെല്ലാവരും സൂപ്പർ ഹീറോസ് ആണ്. കാരണം നമ്മൾ ഡിസൈനേഴ്സ് ആണ്. സൂപ്പർ ഹീറോസിന് എന്താ വേണ്ടത്? സൂപ്പർ പവർ ആണ് അല്ലേ? നമുക്കൊരു സൂപ്പർ പവർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. വെറുതെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ സൂപ്പർ പവർ എന്താണെന്ന് കുറച്ചിന്ന് പറഞ്ഞു. അതിന് മുന്നേ വാട്ട് ഈസ് ഡിസൈൻ? എന്താണ് ഡിസൈൻ? ഒരുപാട് ആൾക്കാർക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക്സ് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയും അത് കാണാൻ ഭംഗിയാക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിസൈൻ. അങ്ങനെ പലരും പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കാണാൻ പറ്റുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിസൈൻ. കാരണം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ആ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കാഴ്ചയിലൂടെ മനസ്സിലാവുന്നത് കൊണ്ടാണ് പലരും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഡിസൈൻ എസ്തെറ്റിക്സ് അല്ല. നമ്മൾ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും അവന്റെ ഷർട്ടിന്റെ ഡിസൈൻ ഡിസൈൻ ആണോ? ഷർട്ടിന്റെ മേലെയുള്ളത് പാറ്റേൺ മാത്രമാണ് അല്ലേ? പാറ്റേൺ ഉണ്ടാക്കിയ പ്രോസസ്സായിരുന്നു ഡിസൈൻ. അപ്പൊ ഡിസൈൻ ഇതെല്ലാം മനസ്സിലായി. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്താണ് ആർട്ട്? എന്താണ് ആർട്ട് അറിയോ? കുഴപ്പമില്ല, തെറ്റാലും കുഴപ്പമില്ല. എന്തൊരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനായി കണ്ടാൽ മതി. ഇവിടെ എന്ത് മണ്ടത്തിനും വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പറയണമെന്ന് ശരിയാണെന്ന് വിചാരിക്കട്ടോ. വീട്ടിൽ പോയിട്ട് ഗൂഗിളിൽ നോക്കാം ഇയാൾ പറഞ്ഞത് ശരിയാണോ. അപ്പൊ എന്താണ് ആർട്ട്? എന്താണ് എന്ത് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഐഡിയ ഇല്ല. കുറച്ച് ഏരിയ ചോദിക്കാം. എന്താണ് ആർട്ട്? കണ്ടതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഓക്കെ, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സാധനം കാണാൻ ഭംഗിയുള്ള സാധനം. ഇനി വേറെ അവിടെ എന്ത് പറയാനുണ്ട്? എന്താ ആർട്ട്? എത്ര പേര് ആർട്ടിസ്റ്റ് ആണെന്ന് ഒരു അങ്ങനെ ബയോലൊക്കെ എഴുതാറുണ്ട് അല്ലേ? ഇല്ലേ? ഈ ആർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർട്ട് തന്നെ എന്തും ആവാം. കാരണം അത് ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രഷനും ഇമോഷനും ആണ്. അപ്പൊ ആർട്ട് എന്താണെന്നുള്ളതിന് ശരിക്കും ഉത്തരമില്ല. കാരണം
ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ എക്സ്പ്രഷൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്തും ആർട്ടാണ്. ആർട്ടിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും വേണമെന്നില്ല. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെല്ലാം ആർട്ടാന്ന് പറയുന്നത്, പക്ഷെ ഇത് പണ്ട് ഇത് ആർട്ടാന്ന് പറയുന്നത്. ഇപ്പോൾ ഇതല്ലാതെ പല ആർട്ടുകളും വരുന്നുണ്ട്. ടിക്ടോക്ക് ആർട്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ആർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആർട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കും. ഡിസൈൻ പക്ഷെ അങ്ങനെയല്ല. ഡിസൈനിന് ഒരു പർപ്പസ് വേണം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ വെള്ളിമുങ്ങല് എന്തോ പറയില്ലേ, വെള്ളിമുങ്ങലല്ല, ഏതായിരുന്നു പടം, ഇത് എന്റെ കോടതിയാണോ എന്ന് പറയില്ലേ, അതുപോലെ ഇത് എന്റെ പ്രൊഡക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആവില്ല. അത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യണം. ചെയ്താൽ മാത്രമേ അതൊരു ഡിസൈൻ ആവുള്ളൂ. പക്ഷെ ആർട്ട് അങ്ങനെയല്ല. എന്തും നമുക്ക് ഡിസൈൻ ആണ് ആർട്ടാണെന്ന് പറഞ്ഞ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആർട്ടിസ്റ്റിന് ഫ്രീഡം ഉണ്ട്. ഈ ചിത്രം കണ്ടിട്ടുണ്ട്, they can even sell a പാളയംകോടൻ പഴം for millions. 6.3 മില്യൺസിനാണ് ഈ പഴം വിറ്റത്. ഇത് ആർട്ടായി, ഇത് ക്രിയേറ്റീവാണ്. തീരുമാനിക്കണം. ജസ്റ്റിൻസൺ എന്ന് പറഞ്ഞ ആളാണ് ഇത് വാങ്ങിയത്. അത് ആരുടേന്ന് വാങ്ങി നോക്കട്ടെ, മൊറീസോ എന്ന് പറഞ്ഞ ആളുടെ വാങ്ങിയത്. എന്നിട്ട് ഇത് പുള്ളി കോൺഫറൻസിൽ ഇരുന്നിട്ട് അങ്ങനെ പച്ചക്കണ്ട് പുഴുങ്ങിയ പുല്ലില്ല 6.3 ബില്യൺ കൊടുത്ത് ഇത് വാങ്ങിയിട്ട് അത് അവിടെ നിന്ന് തൊല്ലി കൊടുത്തത്. അപ്പൊ ആർട്ട് എന്താണ്, എന്തോ. പക്ഷെ അങ്ങനെ ആകരുത് ഡിസൈൻ. പണ്ട് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത്, മോസ്റ്റ് പീപ്പിൾ മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് തിങ്കിങ് ഡിസൈൻ ഈസ് വാട്ട് ഇറ്റ് ലുക്ക് ലൈക്ക്, പീപ്പിൾ തിങ്ക് ഇറ്റ്സ് റിന്യൂ. അതായത് ഈ മേശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുകളിൽ ഒട്ടിക്കുന്ന കോട്ടിങ് പരിപാടി അല്ലെങ്കിൽ പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ഡിസൈൻ. കുറെ പേര് വിചാരിച്ചിട്ടുണ്ട്. നമ്മളൊരു പെട്ടി കൊടുത്ത് വന്നിട്ട് ഇത് എനിക്ക് എപ്പോഴും ഉണ്ടാവും, നമ്മൾ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. ഡെവലപ്പേഴ്സ് ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ വിഭാഗത്തിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രിയേറ്റീവ് അല്ലാത്ത ചില ലീഡുകളുള്ള ടീമിന്റെ ഡെവലപ്പേഴ്സ്. എന്നിട്ട് അവർ ഓൾറെഡി പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് ക്ലയന്റിന് ഇഷ്ടമായില്ല, ഇതൊന്നും ഭംഗിയായില്ലല്ലോ, ഇതിന്റെ കളർ അടിച്ചു കൊടുത്താൽ അയാൾക്ക് ഇഷ്ടമാവോ? അയാൾ ഇഷ്ടമാണ് പ്രശ്നം, ഇതിന്റെ കൂടെ ഒരു ബിരിയാണി കൊടുത്താൽ പോലെ. അപ്പൊ അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് വാട്ട് വി തിങ്ക് ഡിസൈൻ ഈസ്. It's not just what it looks like and feel like. Design is how it works. For example, ഒരു ഡാഷ്ബോർഡ്. നിങ്ങൾ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ലല്ലേ? ഡാഷ്ബോർഡ് വർക്കൊക്കെ വരാറുണ്ട്. ഡാഷ്ബോർഡ് വർക്ക് വരുമ്പോൾ ആരെ തീരുമാനിക്കുക എന്ത് KPI കാണിക്കുന്നത്? ആരെ തീരുമാനിക്കുക? ബിസിനസ് PM ആണ് തീരുമാനിക്കുക എന്ത് KPI എന്നുള്ളത്. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് യൂട്ടിലൈസേഷൻ ആണെന്ന് വിചാരിക്കാം. ഒരു കമ്പനിയുടെ യൂട്ടിലൈസേഷൻ, ഇത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും യൂട്ടിലൈസേഷനെ കാണിക്കുന്നില്ല. ഇത് കാണിക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്രാഫ് വരും, 2 ബാർ ചാർട്ട് വരും. എന്നിട്ട് നമ്മൾ പറയും ഫസ്റ്റ് ബാർ ചാർട്ട് ഇത് 2024 ഇത് 2000. ഇങ്ങനെയല്ലേ കാണിക്കുക? എങ്ങനെയാണോ കാണിക്കാറ്? എല്ലാവരും എങ്ങനെയല്ലേ കാണിക്കുക? അല്ലാതെ എങ്ങനെയും കാണിക്കുന്നവരുണ്ടോ? ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളവരോടാണ് നോർമലി എല്ലാവരും എങ്ങനെ കാണിക്കുക. ഇതിന്റെ പ്രശ്നം എന്തെന്നറിയാം, ഈ ഡാറ്റ ഈ ആള് നോക്കണം, എന്നിട്ട് ഡാറ്റ റീഡ് ചെയ്യണം. ഡാറ്റ റീഡ് ചെയ്യുന്ന യൂസറിന് എന്ത് കാണണമെന്ന് ആക്ച്വലി നമ്മൾ സ്റ്റഡി ചെയ്ത് വേണം ഡാഷ്ബോർഡ് കാണിക്കാൻ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 26% യൂട്ടിലൈസേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ശരിക്കും ഒരു CXOനോ CEOനോ മാനേജറിനോ അറിയേണ്ടത്. അപ്പോൾ ആ പർപ്പസാണ് ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മഞ്ഞ കളറിൽ ഉണ്ടായിരുന്ന ബാറ് കിളിപ്പച്ചാക്കിയോണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആയി പറ്റിക്കാൻ പറ്റില്ല. ലോങ് റണ്ണിൽ ഇത് ബാക്ക്ഫയർ. ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും
ഡിസൈൻ ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. എത്ര സെക്കൻഡിൻ്റെ ഉള്ളിൽ ഈ ഇൻസൈറ്റ് ഡാഷ്ബോർഡ് റീഡ് ചെയ്യുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ പ്രൊഡക്റ്റ് യൂസബിൾ ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഡിസൈൻ ജോൺസിനെ പോലെയാണ്. കാണാൻ പറ്റില്ല. എന്താ കാരണം ഡിസൈൻ മാത്രമല്ല, നല്ലത് പല സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് പിന്നെ മരിക്കണതാണ് നമ്മൾ ഓർത്ത്. അതുപോലെയാണ് ഇപ്പൊ ആ ഡോറിന്റെ മുകളിൽ പുഷ് പുള്ളി, ഇത് എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിളാണ്. എഴുതി വെക്കേണ്ടി വന്നത് ബാഡ് ഡിസൈനാണ്. ഇതിന് മുന്നത്തെ ഡോറുകളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ പുഷ് ചെയ്തോ പുള്ളി ചെയ്തോ എന്നുള്ള കാര്യം. Good design should be seamless, intuitive and free from distraction, allowing user to focus on their task. നമ്മുടെ പരിപാടി എന്താ, നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യണം അല്ലേ. അല്ലാതെ ഡിസൈനിലുള്ള ഫ്ലോ പരിഹരിച്ചുകൊണ്ടിരിക്കലായി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ നമ്മൾ ബിയോണ്ട് എസ്തെറ്റിക്സ് എന്നാണ് പറഞ്ഞ് വന്നത്. അതായിരുന്നു നമ്മൾ എല്ലാവരും പറഞ്ഞ ടോപ്പിക്. അതിന് മുന്നേ എന്താണ് എസ്തെറ്റിക്സിന്റെ റോള്? എസ്തെറ്റിക്സിന് എന്തെങ്കിലും റോളുണ്ടോ? എന്തെങ്കിലും റോളുണ്ടോ ഡിസൈനിൽ? ഓരോ ടൈമിൽ ഓരോ ടൈപ്പ് ഡിസൈൻസ് പറയാം. മുമ്പിട്ടൊക്കെ ഡിസൈൻസ് ഇപ്പോൾ ഡിഫറൻസ് ട്രെൻഡിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ആൾക്കാർക്ക് ആ ഒരു തിങ്കിങ് മാറുന്നുണ്ട്. ആൾക്കാരുടെ ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവ് മാറുന്നുണ്ട്. എസ്തെറ്റിക്സ് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാർ ഡിസൈൻ ചെയ്തു, 3 കൊല്ലം കഴിയുമ്പോൾ അതിൽ മാറി, അപ്പൊ അത് പഴയ കാറായി. ടെക്നിക്കലി നിങ്ങൾ പഴയതാവാൻ പോകുന്ന ഒരു സാധനമല്ലേ ഡിസൈൻ അല്ലേ? അപ്പൊ ട്രെൻഡിനൊപ്പം പോകുന്നതാണോ എസ്തെറ്റിക്സ്? ഞാൻ ചോദിക്കാണ്, തെറ്റാന്ന് കേട്ടോ. ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ട്രെൻഡിനൊപ്പം പോയാൽ ഇപ്പൊ നമ്മുടെ ഈ പോസ്റ്റർ അല്ലേ, നമ്മുടെ പോസ്റ്റർ അത് പർപ്പസ് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നേക്കുള്ള പോസ്റ്ററാണ്. ഈ പോസ്റ്റർ നാളെ കാണാൻ പറ്റില്ല. പോസ്റ്ററിന് പോലത്തെ സാധനങ്ങൾക്ക് ട്രെൻഡ് ആവാം. ബ്രാൻഡിങ്ങിനും പ്രൊഡക്റ്റിനും ട്രെൻഡ് പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇത് പഴയ ട്രെൻഡാവും. ഇന്നത്തെ പാൻറ്റൊക്കെ ഇത് തരാം, അത് കുറച്ചൊരു കഴിഞ്ഞ് നിന്നാൽ നമ്മൾ മറ്റേ തമിഴിലോ ഇതിന് മുന്നേ ഞാനത് കോളേജ് പഠിക്കുമ്പോൾ ഒറ്റ പാൻറ്റ് അത് ഇപ്പൊ പോയേക്കാം. നല്ല രസമാണ്. അപ്പൊ ട്രെൻഡിനൊപ്പം പോയത് ഈ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റിന് മാത്രമാണ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ എന്താണ് എസ്തെറ്റിക്സ്? പൊളിച്ചിട്ട് പറയും എന്താണ് എസ്തെറ്റിക്സിന്റെ പറയുന്നത്? എന്തായിരിക്കും? എനിക്കറിയാം പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാണ്ടെങ്കിലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? എന്താ പറയാ ഒരാള് വന്ന് കാണുമ്പോൾ അയാൾ ഫീൽ ചെയ്യില്ല ഇത് നല്ലതാണെന്ന്. ആ ഒരു എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, പക്ഷെ ഡിസൈനിൽ റോൾ എന്താ? എസ്തെറ്റിക്സ് ഉണ്ടാകുന്ന കാര്യം ഇപ്പോൾ യൂസർ വന്നു, അയാൾ വന്ന് നോക്കിയാൽ ഒരു പഴയ ഡിസൈൻ, ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ യാഹൂ അല്ലെങ്കിൽ പഴയ ഡിസൈൻസ് എടുത്ത് നോക്കുമ്പോൾ അതിപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ഡിസൈൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പക്ഷെ ഇങ്ങനൊരു കാര്യം എന്ന് വെച്ചാൽ പഴയ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയി. പഴയ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയി. ഓക്കെ, പഴയ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആവുന്നത് അത് പഴയ ഡിസൈൻ എസ്തെറ്റിക് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഔട്ട്ഡേറ്റഡ് നമ്മൾ പറഞ്ഞത്. പഴയ ഡിസൈൻ നല്ലതായിരുന്നെങ്കിലും ജാഗോർ പഴയ ജാഗോർ ഇപ്പോഴത്തെ ജാഗോർ ക്ലാസ് ആണ്. അതൊന്നും ഒരു കാലത്ത് മാറുന്നില്ല. പഴയ മസ്താണ്
മാറാമെന്നുണ്ട്. ഒരു ഓരോ ട്രെൻഡിൽ ഇങ്ങനെ ഓരോ കാലഘട്ടം ഇത് ശരിക്കും പറഞ്ഞ ഓരോ ബ്രാൻഡ് ഇങ്ങനെ പുതിയ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ എൻ്റയർ ഫേസിൽ ചിലപ്പോൾ മാറ്റി ചിലര് അത് തന്നെ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഞാൻ കണ്ടത് പോർഷയിൽ 911 സീരീസ് അവർ കീപ്പ് ചെയ്യുന്നത് തന്നെ അവരുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ 911 കീപ്പ് ചെയ്ത് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിലര് കീപ്പ് ചെയ്യുന്നുണ്ട്, ചിലര് അത് കീപ്പ് ചെയ്യാതെ പുതിയൊരു ഫേസിലേക്ക് കൺവെർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് ശരി, പക്ഷെ ഇത് ബ്രാൻഡിങ് ആണ്, എസ്തെറ്റിക്സ് അല്ല. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കാണാനുള്ള ഭംഗിയെ കുറിച്ച് നമ്മൾ പറയും. ഭംഗി ഉണ്ടാവുന്നത് കാര്യമുണ്ടാവുന്നത്. യാഹു ഭംഗിയില്ലാത്തത് യാഹുവിന്റെ പ്രശ്നമായിരുന്നു. പണ്ടത്തെ പ്രൊഡക്ട്സ് ചിലത് ഭംഗി ഉണ്ടായിരുന്നത് ഉണ്ടാവാം. അപ്പോ ചോദ്യം എന്തായിരുന്നു, എസ്തെറ്റിക്സ് ഒരു പ്രൊഡക്റ്റിൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞാൻ തന്നെ പറയാം. ഇങ്ങനെ അറിയോ, ഇതാണ് അരിസ്റ്റോട്ടിൽസ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ചീഫ് ഫോം ഓഫ് ബ്യൂട്ടി ആർ ഓർഡർ ആൻഡ് സിമെട്രി ആൻഡ് ഇതെന്തായിരുന്നു ഞാൻ എന്തെങ്കിലും തെറ്റിച്ചു? ഡെഫിനിറ്റ്നെസ്. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ഓർഡറിലും സിമെട്രിയിലും ഡെഫിനിറ്റ്നെസ്സിലും ആണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസിന് സിമെട്രി പ്ലീസിങ് ആയിട്ട് തോന്നും. ഇറ്റ് പ്രിവെന്റ്സ് ഇൻ നേച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി. അതായത് ഇതൊരു തോന്നലാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. സിമെട്രിക്കൽ അല്ലാത്തതൊന്നും ഹെൽത്തിയർ അല്ല. കാരണം പണ്ട് ഒരു കാല പൊടിഞ്ഞ കടുവ അല്ലെങ്കിൽ സിംഹം ഉണ്ടെന്ന് വിചാരിക്കുക, അത് കുറച്ച് ഹെൽത്തി അല്ല എന്ന് നമുക്ക് തോന്നും. ഒരു കണ്ണില്ലാത്തത്, അതെല്ലാം ഹെൽത്തി അല്ലാത്തതായിട്ട് പണ്ട് മുതലേ നമ്മുടെ ബ്രെയിനിൽ ഇൻജെക്റ്റഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഒന്നുകിൽ അസുഖത്തിനെയോ അല്ലെങ്കിൽ ഇൽനെസ്സിനെയോ സൂചിപ്പിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇതൊക്കെ ഹ്യൂമൻ സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. ഈ സാധനങ്ങൾ നോക്കി നാച്ചുറലി ഭംഗിയുള്ളത് എന്ന് നമ്മൾ കരുതുന്ന, നമ്മൾ പറയും ഭംഗി പൂവിന് നല്ല ഭംഗിയാണ്. ഇപ്പോഴുള്ളവർ പറയും ബ്യൂട്ടി കാഴ്ചക്കാരന്റെ കണ്ണിലാണെന്നൊക്കെ പറയും. ചുമ്മാ പറയുന്നത്. നല്ല സിമെട്രി ഉള്ള സാധനങ്ങളാണ് ശരിക്കും നമുക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നോക്കുന്നതാണ്. സിമെട്രിയിൽ മാത്രമേ ഭംഗിയുള്ളൂ. എന്ത് ഭംഗിയുള്ള സാധനം നോക്കുമ്പോൾ ചില ആൾക്കാരെ ഇങ്ങനെ ഈവൻ ബോളിവുഡ് ആക്ട്രസസ് വരെ പറയാറുണ്ട്, എന്റെ ഇത് ഫോട്ടോ ആരായിരുന്നു ഈ പറഞ്ഞത്, ഇതെന്റെ വൈഫാണല്ലോ. ഒരു സൈഡിൽ എന്താ പറയാ, ബ്യൂട്ടി ഫേസ് ഉണ്ട്, ബ്യൂട്ടി സൈഡ് ഉണ്ട്, എന്താ പറയില്ല. എന്താന്ന് വെച്ചാൽ ആക്ച്വലി അവരുടെ സിമെട്രിക്കൽ ആയിരിക്കില്ല ഫേസ്. അപ്പൊ അവര് സിമെട്രി കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഫോട്ടോ എടുക്കും, ഈ സൈഡിൽ നിന്ന് മാത്രം ഫോട്ടോ എടുക്കും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പോയി. അപ്പോ ബ്യൂട്ടി സിമെട്രിയിലുണ്ട്, ഓർഡറിലുണ്ട്. എല്ലാം അടുക്കി കുറുക്കി വെക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുന്നതിന്റെ കാരണം അതാണ്. അതിലൊക്കെ ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. ആൻഡ് വെൻ യു ആർ ഹാപ്പി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പ്രീഫ്രോണ്ടൽ ലോബിലേക്ക് ഡോപ്പമിൻ റിലീസ്. ഡോപ്പമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എത്ര ആള് കേട്ടിട്ടുണ്ട്? എല്ലാം കേട്ടിട്ടുണ്ട്. എത്ര ആള് ഹ്യൂബർമാന്റെ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്? ആരാന്നറിയില്ല. അറിയാം, അവിടെ കേൾക്കാറുണ്ട്. ആൻഡ്രി ഹ്യൂബർമാൻ വെറുതെ പറയാറില്ല, സയൻസ് പറയാറില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കേട്ടു വന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ റിലീസ് ചെയ്യും. അപ്പൊ അത് വരുമ്പോ നമ്മുടെ മൂഡ് തന്നെ മാറും. Mammals and primates are drawn to bright fruits and myton plants. മാമൽസും അതുപോലെ തന്നെ മറ്റു അനിമൽസും എല്ലാം ബ്രൈറ്റ് ഫ്രൂട്ടും പ്ലാന്റ്സും ഒക്കെ കാണുമ്പോൾ അട്രാക്റ്റഡ് ആവും. കാരണം അതായിരുന്നു അന്നക്കാലത്ത് അവരെ ഫീഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും. ഇറ്റ് സിഗ്നൽ സേഫ്റ്റി, നറിഷ്മെന്റ് ആൻഡ് പോസിറ്റിവിറ്റി. ഇതെല്ലാം ഈ 3 ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാകും. അത് നമ്മുടെ നേച്ചറിലുള്ളതാണ്.
നമ്മൾ വയേർഡ് ആയിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയാണ് അല്ലെ? ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യും. നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ലൗഡ് നോയ്സ് ഇഷ്ടമല്ല. എന്റെ വീട് പാലക്കാടാണ്, നമുക്ക് ചൂട് ഇഷ്ടമല്ല. നമുക്ക് ഒരാള് ഷൗട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. നമുക്ക് കയ്പക്ക ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? കയ്പക്കയുടെ ബെനിഫിറ്റ് അറിയുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടം. കയ്പ് തിന്നാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ മധുരം സ്വീറ്റ്സ് നമുക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മൾ കഴിക്കും. ഇതിൽ ഏത് പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടം? ആരൊക്കെ സെക്കൻഡിന്റെ ആൾക്കാർ? അതൊരു ഇമോഷൻ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ ഒരു സ്റ്റഡി നടത്തിയപ്പോ മെജോറിറ്റി ഓഫ് ആൾക്കാർ സെറാമിക് പ്ലേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അത് കാരണം അത് തന്നെ ബ്യൂട്ടി കാരണം. ഒരു കീപ്പറെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. കീപ്പറെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു വെക്കാൻ തോന്നും. നമ്മൾ ഈ കാർ വാങ്ങിയിട്ട് മറ്റേ കവർ കീറാത്ത പോലെ അങ്ങനെ ചെയ്യരുതോ. ആ സാധനത്തിൽ ചൂട് കയറിയിട്ട് മറ്റേ പ്രശ്നം വരും. അപ്പൊ ചില സമയത്ത് കീപ്പ് ചെയ്യാതിരിക്കണല്ലേ. അതാണ്. അപ്പൊ അതിന്റെ ഒപ്പം അത് ഞാൻ പറയാട്ടോ, അത് നമ്മളെ ഇതിന് വരുന്നത് എസ്തെറ്റിക് യൂസബിലിറ്റി. എസ്തെറ്റിക് യൂസബിലിറ്റി എന്താണെന്ന് അറിയാം? എസ്തെറ്റിക് യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങള് യൂസബിൾ അല്ലെങ്കിലും കാണാൻ നല്ല ചന്തമുള്ളത് എന്ത് സംഭവിക്കും? നമുക്ക് യൂസബിൾ ആണ് ഫീൽ ചെയ്യും. ഒരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ടാവും. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിനോമിന വേർ user receive more aesthetically pleasing designs are easier to use. Even the actual functionality or usability is not significantly different from less visually appealing designs. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഇമോഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടും നേരത്തെ ഈ പറഞ്ഞ ഹ്യൂബർമാന്റെ ഡോപ്പമീൻ റിലീസ് ഒക്കെ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 95 അതായത് ഞാൻ ജനിക്കുന്നതിന് ഒരു കൊല്ലം മുന്നേ ജപ്പാനീസ് റിസർച്ചറായ മസാക്കി കുറോസോ ആൻഡ് കൗരി കഷിമോറോ ഇവർ രണ്ടാളും കൂടിയിട്ട് ഹിറ്റാച്ചി ഡിസൈൻ സെന്ററിൽ വെച്ചിട്ട് ഒരു ATM ടെസ്റ്റ് ചെയ്തു. ഇത് 2 ATM എടുത്തു. 2 ATMന്റെ ഫങ്ഷൻ സെയിം. പക്ഷെ ഒരു ATMൽ അവർ നല്ല UI കൊണ്ടുപോകും. മറ്റേ ATMല് ഭയങ്കര ബോറിംഗ് അന്നത്തെ കാലത്തെ UI. ഈ റിസൾട്ട് പറഞ്ഞു നല്ല UI കൊണ്ടുവന്ന ATM അവർക്ക് യൂസബിൾ ആയിട്ട് അധികം തോന്നി. വെറും തോന്നലാണ്. കാരണം രണ്ടിന്റെ ഫങ്ഷനും ഇൻഫർമേഷൻ ആർക്കിടെക്ചറും എല്ലാം സെയിം ആയിരുന്നു. ഇനി ഏതായിരിക്കും? അതൊക്കെ അത്രേ ഉള്ളൂ. Which plate your mom handed you? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഈ പ്ലേറ്റ് ഷോക്കേസ് ആരും ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഗണേഷ് പറഞ്ഞ പോലെ അത് തന്നെയാണ് റീസൺ. നമ്മുടെ അമ്മമാർക്ക് സെറാമിക് പ്ലേറ്റ് യൂസ് ഇഷ്ടമല്ലാത്തതിന്റെ കാരണം അത് ഫ്രാജൈലാണ്, അതിന്റെ ഹീറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അത് അൺഹൈജീനിക് ആണ്. ഈ ക്രാക്കിലൊക്കെ ജേംസ് കയറുന്ന കഴുകാൻ പറ്റില്ല, ഹാർഡ് ടു ക്ലീൻ ആണ്, ഹെവിയാണ്. പണ്ട് എനിക്ക് പ്ലേറ്റ് ഇഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഐ ലവ് മൈ സ്റ്റീൽ പ്ലേറ്റ്. ഒക്കെ ഒരു കാരണമുണ്ട്. നമുക്ക് അന്നത്തെ കാലത്ത് അത് മനസ്സിലാവാഞ്ഞിട്ടായിരുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അമ്മ സ്റ്റീൽ പ്ലേറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം റാൻഡംനെസ് അല്ല, അതൊരു ബിസിനസ് റൂൾ അഡ്രസ് ചെയ്യുന്നതാണ്. നമ്മൾ എത്ര പേര് ഡെലിവറി ചെയ്യാറുണ്ട്? ടീം ലീഡാണോ ഡെലിവറി ചെയ്യാൻ, നമ്മളാണോ ഡെലിവറി ചെയ്യാൻ?
എത്ര പേര് ഡെലിവറി ചെയ്യാറുണ്ട് പ്രോഡക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറി നിങ്ങൾ ചെയ്യാറുണ്ട് നമ്മളെങ്ങനെ ഡെലിവറി ചെയ്യാം ഡെലിവറി ചെയ്യാം അല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യാം ആണോ അല്ലേ എങ്ങനെ ഡെലിവറി ചെയ്യാം വാട്സപ്പിലാണ് ഡെലിവറി ചെയ്യാം എന്താ ഡെലിവറി ചെയ്യാം എങ്ങനെ ഡെലിവറി ചെയ്യാം അപ്പൊ ലിങ്ക് ക്ലയന്റുള്ള ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചു ഓക്കെ എന്നാ ഇങ്ങനെ കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണല്ലോ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന മെസ്സേജ് ഇതാ ഗുഡ് ഡിസൈൻ താങ്ക്സ് ബട്ട് മൈ വൈഫ് പ്രിഫേഴ്സ് ദ പ്രീവിയസ് ഡിസൈൻ ഷീ സജസ്റ്റഡ് ദാറ്റ് ഹാവിംഗ് ദ കീ ഫീച്ചർ അറ്റ് ബോട്ടം വുഡ് ബി അതായത് വൈഫിന്റെ സജഷൻ ആണ് ഈ മണവാളൻ അത് ചെയ്തേ പറ്റൂ വേറെ ഓപ്ഷൻ ഇല്ല കല്യാണം കഴിച്ചിട്ട് എത്ര ആൾ മാരീഡ് ആണ് ആണല്ലേ അതത്രല്ലേ ഉള്ളൂ and also want the logo be എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് ലോഗോ ബിഗർ ആക്കാൻ പറ്റും ഐ ഹിയർ യു ആൻഡ് ഐ ഗെറ്റ് യുവർ റെസ്പെക്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും കാരണം ഞാനിത് അതൊക്കെ കാരണമാണ് നമ്മൾ ഇനിയും കേട്ടിട്ടുണ്ട് കുറെ എന്റെ നൈബറിനോട് ഞാൻ രാവിലെ ഓടാൻ പോയപ്പോ നൈബർ പറഞ്ഞു മഞ്ഞ രസമില്ല പച്ചയാണ് കുറച്ചുകൂടി ട്രെൻഡ് പോകും നേരത്തെ ഒരാൾ പറഞ്ഞു ട്രെൻഡിന്റെ ഒപ്പം പോകുന്ന കാര്യം ട്രെൻഡിന്റെ കാര്യമൊക്കെ അവർ പറയും കുറച്ച് എനിമേഷൻ ഇടാൻ പറ്റുമോ കുറച്ച് പോപ്പ് ചെയ്യാൻ പറ്റുമോ ഇതിനൊരു വാവ് ഫാക്ടർ ഇല്ല എവിടെ കിട്ടാൻ അറിയേ ഇതൊക്കെ മൂവി ക്ലയന്റിന് ക്ലാരിറ്റി ഇല്ലായിട്ടാണ് they ask for endless positions അതിൽ നമ്മൾ പിന്നാലെ നടന്ന് മൈക്രോ മാനേജ് ചെയ്യും എന്താ കാരണം നമുക്ക് അറിയില്ല കാരണം നമ്മൾ ഇങ്ങനെ ഡെലിവറി ചെയ്യണം ആക്ച്വലി യു ഷുഡ് എക്സ്പ്ലെയിൻ ദ വാല്യൂ നമ്മൾ വാല്യൂ പറഞ്ഞു കൊടുക്കണം when you show the why behind your design you shift the conversation നമ്മൾ വൈ പറഞ്ഞു കൊടുത്ത ക്ലയന്റ് പിന്നെ മാറ്റം പറയില്ല നമ്മളിങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട് പിന്നെ മാറ്റം പറയില്ല ഞാൻ മറ്റേ മണവാളുടെ കേസുണ്ട് he removed the navigation bar of the cart page because users were exiting ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നതിന് വരെ ഈ നോട്ടിഫിക്കേഷന്റെ തോന്നുന്ന കാണുന്നുള്ളൂ അങ്ങോട്ട് പോകാൻ കേസ് exiting without completing their purchase end of the day മണവാളിന് എന്താ വേണ്ടത് ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണം by replacing the അതായത് ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് ഇല്ലാതാക്കി എന്നിട്ട് ഇതിന്റെ CTA കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും we aim to reduce exit and boost sales by 20%. ഇനി നിങ്ങൾ ആര് പറഞ്ഞത് കേൾക്കണം 20% ചെയ്തോ അതത്രേ ഉള്ളൂ ഇനി നമുക്ക് സെയിൽ വേണ്ടു ഇനി ആര് പറഞ്ഞാലും 20% സെയിൽ വേണം ഇനി നമ്മൾ കേട്ടില്ല പൈസ കിട്ടുന്ന കാര്യം അത് വേറെ അതെ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല ഈവൻ ദ സ്മോളസ്റ്റ് സ്റ്റോറീസ് മാറ്റർ ഈ ആപ്പിളിന്റെ ഈ സൈഡിലേക്ക് അവളെ റീൽസ് പറയുന്നത് ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് അവിടുന്ന് മുറിച്ചിട്ടല്ലേ മേലെ കൊണ്ടുവച്ച് എന്താ കാരണം ബാലൻസ് ചെയ്യാൻ അതെ ബാലൻസ് ചെയ്യാനാണ് ഇത് വിഷ്വലി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇവിടെ വെച്ചത് ഇപ്പൊ ഇതിന് വിഷ്വൽ ബാലൻസ് ഉണ്ട് സിമെട്രി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് വിഷ്വൽ ബാലൻസ് അപ്പൊ ഇത് മൊത്തത്തിൽ ഈ ബാലൻസ് നമുക്കൊരു പരിപാടി ഉണ്ട് ഞാൻ ഇപ്പോഴത്തെ റീൽ ചെയ്തിട്ടുണ്ടാവും നമുക്ക് കണ്ണിങ്ങനെ ബ്ലറാക്കി നോക്കുക അപ്പൊ നമുക്ക് ഇതിങ്ങനെ ബ്ലറായിട്ട് ലേറ്റിക്ക് വരും ടോട്ടൽ ഈ ബോക്സിൽ ഈ എമൗണ്ട് ഓഫ് വൈറ്റും ഈ എമൗണ്ട് ഓഫ് വൈറ്റും സെയിം ആയിരിക്കും അതാണ് അത് കാണാൻ രസമുണ്ട് എന്ന് പറഞ്ഞ ഇതല്ല ഇതിങ്ങനെ പിന്നീട് കുറച്ച് സയൻസ് ഉണ്ട് ശരിക്കും അതുകൊണ്ടാണ് ഇതൊന്നും ആലോചിച്ചെങ്കിൽ ഇത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിന്റെ ഇത് രസമില്ല ഇത് പ്രതികരിക്കാൻ പറഞ്ഞ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഫയലൊക്കെ കൊടുക്കുമ്പോൾ 1000-2000 പേജസ് ഉള്ള
പുതിയ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? final.psd അതിന് പേരിട്ട ആളാരായിരുന്നു? അത് വന്നിട്ടുണ്ടോ? അത് ആരോ സജസ്റ്റ് ചെയ്ത നെയിമാണ്. അതിൽ ഒരു ആളിപ്പെടുത്ത് കീയുടെ ഡോക്യുമെന്റ് കാണിച്ചു അല്ലേ? എത്ര പേജ് ഉണ്ടായിരുന്നു? ഒരു ലോഗോ ബ്രാൻഡിങ്ങിന്റെ പേജാണ്. അപ്പോൾ എൻ്റെ ഈ കമ്പനിയിലൊക്കെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള പല കമ്പനികളിൽ ബ്രാൻഡ് ഗൈഡ്ലൈൻസ് 10,000 പേജൊക്കെ ഉള്ള ബ്രാൻഡ് ഗൈഡ്ലൈൻസ് ഉണ്ട്. ഇതിനൊരു റീസൺ ഉണ്ട്. കാണുന്നവർക്ക് ഇത് സിമ്പിൾ ആണെങ്കിലും അതിന്റെ പിന്നിലൊരു വഴി ഉണ്ട്. ചില ഡിസൈൻ നമുക്ക് ബ്യൂട്ടിഫുൾ ആണ്. കുട്ടി കാണാൻ നോക്കി ഇത് കാണാനാണ് കുട്ടി എത്ര ഉറപ്പെടുത്ത് വാങ്ങിയതാവില്ലേ എന്നിട്ട് കുട്ടി കാണാൻ. ചിലത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ യൂസറിന് ബ്യൂട്ടിഫുൾ ആണെന്നില്ല അല്ലേ? എത്ര പേര് അമ്മയും അച്ഛനും കാരണം എഞ്ചിനീയറിംഗ് എടുത്തവരുണ്ടില്ലേ? അതെ, അതാണ്. പിന്നെ ഉണ്ടോ? സമ്മതിച്ചു തരാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. A design might be beautiful to us, but true beauty യൂസറിന്റെ അടുത്താണ്. ഞാൻ നേരത്തെ ഒരു സൂപ്പർ പവറിന്റെ കാര്യം പറഞ്ഞില്ലേ? അതെന്താണ്? ഈ സൺഡേ ഹോളിയുടെ സിനിമയിൽ ജിസ്ജോയുടെ സാധനമാണ്. ഇതിൽ നിൽക്കുന്നവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആ സൂപ്പർ പവർ നമുക്ക് കളക്ട് ചെയ്യാം. എംപതി, ഇതാണ് സൂപ്പർ പവർ. അണ്ടർസ്റ്റാൻഡിങ് ദ പീപ്പിൾ യു ആർ ഡിസൈനിങ് ഫോർ. ഗുഡ് ഡിസൈൻ ഡസൻറ്റ് കം ഫ്രം ഫാൻസി സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച നല്ല ഡിസൈനറാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും നല്ല ഡിസൈനറാവില്ല. നമ്മൾ എംപതൈസ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ട് എംപതൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഡിസൈനറാവും. അവിടെ പോയിട്ട് അവർക്ക് തിയറി പഠിച്ചത് കൊണ്ട് നിങ്ങൾ നല്ല ഡിസൈനർ ആവില്ല. എംപതൈസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് കാണാതെ പഠിച്ചത് കൊണ്ടും നിങ്ങൾ നല്ല ഡിസൈനർ ആവില്ല. എംപതൈസ് ചെയ്യാൻ പറ്റണം. How would you describe the night and stars? How would you describe the night and stars to a blind person? എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക? ആലോചിച്ച് കിട്ടുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാനുള്ള എക്സസൈസ് ആണ്. ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബ്ലാങ്ക് ആയിരിക്കാനുള്ള റീസൺ പറയുന്നത് എനിക്ക് ഓൾറെഡി നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ അറിഞ്ഞോളൂ. കാരണം അവർക്ക് കണ്ണു കാണാൻ പറ്റും. നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നക്ഷത്രം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇത് പശു ഉണ്ട്, പശുവിന് കൊമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഉണ്ട് എന്നല്ലാതെ അത് എന്താണോ എങ്ങനെയാണെന്നോ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യാം, അവർക്ക് ചെവി അല്ലേ, പിന്നെ സ്പീഡ്. അപ്പോ റിലേറ്റിംഗ് സ്റ്റാർലൈറ്റ് വിത്ത് ഹിയറബിൾ ആൻഡ് ടാഞ്ചിബിൾ കോൺസെപ്റ്റ്. സ്റ്റാർലൈറ്റ് കാണാൻ പറ്റുന്നതും അല്ല കേൾക്കാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതുമായിട്ടുള്ള കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു ഞാൻ ചെയ്തത്. ആദ്യം അവരൊരു റൂമിലോട്ട് പോകും, ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം. എന്നിട്ട് റൂം ക്ലോസ് ചെയ്തിട്ട് ഇതുപോലൊരു ടേബിളിലോട്ട് പോകും. ആൻഡ് ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, കുറെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിരുന്നു, കണ്ണു കാണാത്ത ആൾക്കാർക്ക് കയ്യിൽ ഒതുങ്ങാത്തത് അനന്തമായി തോന്നും. അപ്പൊ കണ്ണടച്ചിട്ട് നമ്മൾ പുതിയ ഒരു ഒബ്ജക്റ്റിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യും. ഇത്രയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്നത് അത് വരെ ഉണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് തോന്നും. ഫസ്റ്റ് ചെയ്തത് ഒരു ടേബിളിന്റെ മുകളിൽ ഒരു വെൽവെറ്റ് ക്ലോത്ത് വിരിച്ച്
അതിന്റെ മുകളിൽ കുറച്ച് സാൾട്ട് സ്പ്രിങ്കിൾ ചെയ്തു. ടേബിള് തൊടുന്നതോടുകൂടി ആൾക്ക് ആ ഇൻഫിനിറ്റി ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ എക്സസൈസിന്റെ ഗോള് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ല. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്തതിൽ പലരും എഴുതി പോലും വെച്ചിട്ടുണ്ടാവും അയാൾക്കിത് മനസ്സിലാവില്ല. അയാൾക്കിത് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി എന്ന് കാണിച്ചു കൊടുക്കലാണ് ഈ എക്സസൈസിന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞ മനസ്സിലായി? എനിക്കറിയാം കുറച്ച് കൺഫ്യൂസിങ് കൂടി പറഞ്ഞു. നമുക്ക് അയാൾക്ക് പറഞ്ഞാൽ വെറുതെ വാക്കാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമുക്ക് മനസ്സിലായി. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ വി ക്യാൻ എംപത്തൈസ്, നമ്മുടെ എംപത്തിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആൻഡ് നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു എമ്പതി കൊണ്ട് അതുമാണ് കാണിച്ചു കൊടുക്കുന്നത്. ഈ സാൾട്ട് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കാറ്ററായി കിടക്കുന്ന സ്റ്റാർ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ചെയ്തത് ചിമ്പൽസില് നമ്മുടെ അതിന്റെ മുകളിലൊക്കെ കെട്ടി തൂക്കുന്ന ആ ബെല്ല് അടുത്ത് കൊടുക്കുന്ന പ്ലേ ചെയ്യും. എന്നിട്ട് പറയും ഇത് വരുന്നു പോകുന്നു അല്ലെ, പെട്ടെന്ന് വരുന്നു, ഒരു റാൻഡംനെസ്സിൽ വരുന്നു പോകുന്നു. ഈ റാൻഡംനെസ് ആണ് എന്ത് ട്വിങ്കിളിംഗ്. Connect the starlight experience to the blind friend's own memories. അതായത് അയാൾക്ക് ഓൾറെഡി ഉള്ള മെമ്മറീസുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റൂ. ഈ രണ്ട് മെമ്മറീസും ടാഞ്ചിബിളും കേൾക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യം അയാൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതായിരുന്നു ഞാൻ ചെയ്തത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ അയാൾക്ക് എത്ര മനസ്സിലായോന്നല്ല, ഒന്ന് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നും, രണ്ട് അയാൾക്കിത് മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമാണ്. ആദ്യത്തെ മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ തന്നെ നമുക്കൊരു പോയിന്റ് കിട്ടും. ഞാൻ ഈ പോയിന്റ് എന്ന് പറഞ്ഞത് ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമ്മൾ നോക്കുന്നതാണ്. ഞാൻ ഇത് വേറൊരു കഥ പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസൈനേഴ്സ് ബെറ്റർ ഹിയറിംഗ് എയ്ഡ് ഡിസൈൻ ചെയ്തു. ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് ചെവി കേൾക്കാനുള്ള ഡിവൈസ്. അപ്പോൾ അവർ റിസർച്ച് ഒക്കെ ചെയ്ത് അടിപൊളി ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ചു. ക്ലിയർ സൗണ്ട് കമ്പയറിംഗ് ടു കോമ്പറ്റീറ്റേഴ്സ്, ഗുഡ് ബാറ്ററി ലൈഫ്, സ്ലീക്ക് ഡിസൈൻ അല്ലേ, ഇതൊക്കെ ആയിട്ടും ഇത് എന്നിട്ട് ഒരു 50 മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തു, വെച്ചോളാൻ പറഞ്ഞു. ഈവൻ ദോ ഇത് കൊടുത്തെങ്കിലും ഇവരാരും ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ? നല്ല പ്രൊഡക്റ്റ് ഇല്ലേ? കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ക്ലിയർ സൗണ്ട് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ബെറ്റർ ബാറ്ററി ലൈഫ് ഉണ്ട്. എന്നിട്ട് കാര്യം വാങ്ങുന്നില്ല. അപ്പോ ഒരു ബിരുദൻ അവരുടെ കൂടെ ചെന്ന് ഈ യൂസർ ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്ന് കാഷ്വലായി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ അവർക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം ബാറ്ററി ലൈഫോ സൗണ്ടോ ക്ലാരിറ്റിയോ ഒന്നുമല്ല. അവർ ഇത്രയും കാലം ഇത് യൂസ് ചെയ്യാത്തതിന്റെ റീസൺ അതൊന്നുമല്ല. ഇറ്റ് വാസ് എ സിംബൽ ഓഫ് ഏജിങ്. ചെവി കേൾക്കാനില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുന്ന പോലെ എനിക്കൊരു അമ്മാനുണ്ട്. പുള്ളി ചെവി കേട്ടുള്ളൂ. 70-80 വയസ്സായിട്ടുണ്ടാവും. പുള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ പുള്ളി എന്നൊക്കെ പറയും. എനിക്ക് കേൾക്കൊന്നുമില്ല, പക്ഷെ അത് സമ്മതിച്ചു തരാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉറക്ക പറയുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. യൂസറിന്റെ പെയിൻ പോയിന്റ്സ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതല്ല. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇമോഷൻസ് അവർക്ക് ഉണ്ടാവും. അതും കൂടി സോൾവ് ചെയ്താലേ നമുക്കൊരു പ്രൊഡക്റ്റ് ബെറ്റർ ആക്കാൻ പറ്റും. ഈ കാർ അറിയുന്നത് അടിപൊളി കാറോ? ഈ കാറ്
എത്തണ്ടായിട്ട് ഉദ്ദേശിച്ചത് റോഡ് മാപ്പിൽ എത്ര 8 ലക്ഷം യൂണിറ്റ് വിൽക്കാൻ എന്തായിരുന്നു കറക്റ്റ് കണക്ക് ഓർമ്മയില്ല. ഇതൊരു ടോപ്പായിരുന്നു. നല്ല കുറഞ്ഞ പൈസക്ക് 1 ലാഖിന് 1800 എല്ലാ ഫീച്ചേഴ്സും ഈ കാറുന്നുണ്ട്. എന്നിട്ടും ഇത് ആൾക്കാർ വാങ്ങിയില്ല. അതിന്റെ റീസൺ എന്തായിരുന്നു വെച്ചാൽ ഇന്ത്യൻസിന് ഇത് അഡ്വർടൈസ് ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്തിട്ട് 1 ലക്ഷം രൂപയുടെ കാറെന്ന് പറഞ്ഞു. നിങ്ങളിത് 2 ലക്ഷം വാങ്ങിയാലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും അവനെന്താ 1 ലക്ഷം രൂപയുടെ കാറ്. ഞാൻ കുറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞു തോട്ട് കാരണമാണ്. വെറും അതുകൊണ്ട് മാത്രം ചിലപ്പോ കുറച്ച് പൈസ കൂട്ടിയിരുന്നെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, കാരണം ഇതിന്റെ ഇത് റിയൽ നോർമലി എങ്ങനെയാ വണ്ടി ഇത് റിയർലി ഫ്രണ്ടിലാണ് എഞ്ചിൻ അല്ല എഞ്ചിൻ ബാക്കിലാണ് റിയർലി ഡ്രൈവാണ്. എയ്സില്ലേ എയ്സിന്റെ ടാറ്റ എയ്സ് അത് ഭയങ്കര സക്സസ് ആണ്. അതിന്റെ കുറച്ച് പാർട്സും ഇൻസ്പിറേഷനും ഒക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും അപ്പൊ അത് ഇത്രയും ഹെവി ഡ്യൂട്ടിക്ക് പോകുന്ന അത് സക്സസ് ആയി, ഇത് സക്സസ് ആയില്ല. കാരണം നമ്മള് ജഡ്ജ് ചെയ്തത് ശരിയായില്ല. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എംപതൈസ് ചെയ്യണം. അതുപോലെ ഹുണ്ടായി എക്സ്റ്റർ നല്ല വണ്ടിയാണ്, പക്ഷെ വെറുതെ 7 ലക്ഷത്തിന്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളോട് വില പറഞ്ഞ വണ്ടി ഇറങ്ങുന്നത്. അപ്പൊ എപ്പോഴും യൂസർ ഗ്രൂപ്പിന്റെ പെയിൻ പോയിന്റ് എപ്പോഴും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ചില ഇമോഷൻസ് ആയിരിക്കും. അപ്പൊ അതും നമ്മൾ അഡ്രസ് ചെയ്യണം. ഹ്യൂമൻ സെന്റേഡ് ഡിസൈൻ. എന്താ ഹ്യൂമൻ സെന്റേഡ് ഡിസൈൻ? ഇതാ ഇല്ല, പുട്സ് പീപ്പിൾ അറ്റ് ദ ഹേർട്ട് ഓഫ് ദ പ്രോസസ്. ഉണ്ടാക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആളുകളെ കേന്ദ്രീകരിച്ച് യൂസറിനെ കേന്ദ്രീകരിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് ഹ്യൂമൻ സെന്റേഡ് ഡിസൈൻ. പണ്ട് കേട്ടിട്ടുണ്ടോ? ഫോൺ കൊണ്ട് പറഞ്ഞാണ് if I ask people what they wanted, they would have said faster tools. അല്ലേ? അതായത് ആൾക്കാരോട് എന്ത് വേണമെന്ന് വെച്ചാൽ പോയിന്റ് എ ടു പോയിന്റ് ബി പോകാൻ എന്താ വേണ്ടത്? സ്പീഡുള്ള കുതിര. കാരണം അന്ന് കാറിന് സ്പീഡില്ല. കാറിന് സ്പീഡ് കൂട്ടുന്ന കാര്യം ആരും ചിന്തിക്കുകയില്ല. ക്ലയന്റ് ഡോണ്ട് നോ വാട്ട് ദേ നീഡ്. അപ്പൊ അവര് റിക്വയർമെന്റുമായിട്ട് വരും. ആരുടെ അടുത്ത്? നമ്മുടെ ടീം ലീഡറിന്റെ അടുത്ത്. അയാൾ എന്ത് ചെയ്യും? ആരും ചെയ്തു കൊടുക്കണമെന്ന് പറയും. ശരിക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഡിസൈനറുടെ തന്നെയാണ്. അല്ലാതെ ടീം ലീഡിനെയോ ക്ലയന്റിനെയോ കുറ്റം പറയുകയല്ലാതെ ടീം ലീഡും ക്ലയന്റും ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൂടി ഡിസൈനേഴ്സിന്റെ പണിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ പോലെ മഞ്ഞ കളറും പച്ച കളറും ബട്ടന്റെ സൈഡിൽ കോർണർ റേഡിയസ് ഒക്കെ മാറ്റി എനിക്ക് മാത്രമേ ഉണ്ടാവും. അതല്ല നമ്മുടെ ടാസ്ക്. ഇപ്പൊ പുതിയൊരു ഡിസൈൻ ട്രെൻഡ് വന്നു എന്ന് പറഞ്ഞിട്ട് അതും ഫോളോ ചെയ്യാറ്. എന്തിനും ഇത് ഫോളോ ചെയ്യും. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പോസ്റ്ററാണോ? പോസ്റ്റർ ആണെങ്കിൽ ചെയ്യാം. കാരണം പോസ്റ്ററിന് ഒരു വാലിഡിറ്റി ഉണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ പോസ്റ്റർ അല്ലാതാവും അല്ലേ? പേപ്പർ, ന്യൂസ് പേപ്പറിന് അങ്ങനെയാണ്. ചില സാധനങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ട്രെൻഡ് മാറിയാലും കുഴപ്പമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അല്ലാത്തതിനെ നമ്മൾ വേണം, ഡിസൈനേഴ്സ് വേണം പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് ഞാൻ ഒരു റീലിട്ടുണ്ട്. വീട്ടില് ഇലക്ട്രീഷ്യൻ വന്ന കഥ കണ്ടിട്ടുണ്ടോ? ഈ റീൽ ആരെങ്കിലും? ഇല്ല, ഞാൻ പറയാൻ തരാം. ഒരു ദിവസം ഇത് ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നു, വീട്ടിൽ റിനോവേഷൻ നടക്കുക. ഞാൻ ചെന്നപ്പോൾ വീട്ടിൽ പരിചയമില്ലാത്ത ഒരാളാണ്, ഇലക്ട്രീഷ്യനാണ്. അത് നോക്കുമ്പോൾ പുള്ളി ലൈറ്റിന്റെ കാറ്റലോഗ് ഇങ്ങനെ അമക്കി കാണിക്കുന്നു. ഇങ്ങനത്തെ ലൈറ്റാണ്, ഈ ലൈറ്റ് വാം ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ലൈറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ
സംഗതി ആർക്കിടെക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ഡിസൈനർ ആണെങ്കിൽ വീട്ടിൽ നമുക്ക് വില ഒന്നുമില്ല. അതൊക്കെ അവിടൊക്കെ അവര് ഇഷ്ടമുള്ളവരെ ചെയ്യാം. ഞാൻ ചോദിച്ചു ഇതെന്തൊരു സംഭവം, എന്താ ചെയ്യുന്നത് വെച്ചു. എന്നോട് പറഞ്ഞു ഞാൻ ഉച്ചക്ക് പുസ്തകം വായിക്കാൻ നേരത്ത്, ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായന പരിപാടി ഉണ്ട്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. ഈ പുസ്തകം വായിക്കുന്ന നേരത്ത് എനിക്ക് വെളിച്ചില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൾബിടാൻ ചോദിച്ചു. ഇവിടെ ക്ലൈൻ്റായ അമ്മ ഡെവലപ്പറായ ഇലക്ട്രീഷ്യനോട് എനിക്ക് ബൾബ് വേണമെന്ന് പറയുന്നു. അപ്പോഴേക്ക് മൂപ്പര് മറ്റേ കാറ്റലോഗ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ഇതിന് ഏത് ബൾബാ പറയുന്ന തീരുമാനം. ഇവിടെ പ്രോബ്ലം എന്താ, നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ഒരുമിച്ച് അഡ്രസ് ചെയ്യാം. എന്തായിരുന്നു പ്രോബ്ലം? അതിന് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസൈൻ തിങ്കിങ് മെത്തേഡ്. അതായത് ഡിസ്കവർ, ഡിഫൈൻ, ഐഡിയേറ്റ്, ടെസ്റ്റ്. ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, പലരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും ചെയ്യും. സത്യം പറ, എത്ര പേർക്ക് ഇത് എന്തായിരുന്നു അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ആ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് ടെംപ്ലേറ്റ് ആക്കി എടുത്തിട്ട് അതിലോട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കുക. ശരിക്കും ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം ഇത് പോർട്ട്ഫോളിയോ ഒക്കെ റീഡ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കോ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് പോർട്ട്ഫോളിയോയിൽ ഞാൻ കഷ്ടപ്പെട്ട് കുറെ കുട്ടിക്ക് ചെയ്തു. ഇപ്പൊ കമ്പനി ചില ആൾ ചോദിക്കും നിങ്ങളുടെ കമ്പനിയിലെ പ്രോസസ്സ് എന്താ? ചില ആൾക്കാർ ചോദിക്കാം എന്താ നിങ്ങളുടെ കമ്പനിയിലെ പ്രോസസ്സ്, നിങ്ങൾ എപ്പോഴും ഐഡിയേറ്റ് ചെയ്യുക. ഇതിനൊരു റൂളൊന്നുമില്ല, ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ രാവിലെ വിളിച്ചിട്ട് ഓഫീസിൽ എത്തുന്നതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ഞാൻ കോർഡിനേറ്റ് ചെയ്യുക. അതിനർത്ഥം ഇത് ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്യാൻ പോകുന്നില്ല എന്നല്ല. അപ്പൊ നമുക്ക് ഈ ഡിസൈൻ തിങ്കിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എംപറൈസ് ചെയ്യണം. എന്താ ഡിഫൈൻ, എന്താ ഐഡിയ. ഈ സ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡിസൈനേഴ്സ് ഇരിക്കുന്ന റൂം എപ്പോഴും ഐഡിയേഷൻ ഹബ്ബായിരിക്കും. കാരണം എന്ത് പൊട്ടത്തരം വേണം പറയാം, നമ്മൾ പരസ്പരം ജഡ്ജ് ചെയ്യാൻ പാടില്ല. ജഡ്ജ് ചെയ്യുമ്പോൾ തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് അത് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം പേടിയോ ഫിയർ ഓഫ് റിജക്ഷൻ. നമ്മളും ജഡ്ജ് ചെയ്യാൻ പാടില്ല, നമ്മളെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇനി ആരെങ്കിലും ജഡ്ജ് ചെയ്താൽ തന്നെ അത് മൈൻഡ് ചെയ്യാനും പാടില്ല. ദെൻ എന്താ പ്രോട്ടോടൈപ്പ്, ദെൻ ടെസ്റ്റ്, ദെൻ ഇംപ്ലിമെന്റ്. ഈ ഇംപ്ലിമെന്റേഷൻ ഡെവലപ്പർ ചെയ്യുന്നതാണ്. ഇനി അത് നമ്മുടെ സൈക്കിളിൽ ഇല്ലാന്ന് വിചാരിക്കരുത്. നമ്മൾ ക്ലോസ്ലി കൊളാബറേറ്റ് ചെയ്യണം ആരുമായിട്ട്, ഡെവലപ്പേഴ്സിനായിട്ട്. ഇത് IT പ്രോഡക്റ്റ് മാത്രമല്ല, എന്ത് സാധനവും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചു, ഞാൻ ആദ്യം എംപറൈസ് ചെയ്തു നിങ്ങളുടെ യൂസർ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കി, നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കി. ദെൻ ആ പ്രസന്റേഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ ഐഡിയ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ ചോദിച്ചു ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ചെറുത് കാണാനുണ്ടോ? ഇതൊന്നും കാണേണ്ട കാര്യമില്ല, കാരണം ഇത് മറ്റേ ഡയഗ്രമാണ്. പിന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് ടെസ്റ്റും പ്രോട്ടോടൈപ്പും ഒരുമിച്ച് ചെയ്യാനും പറ്റും. അതാ ഞാൻ പറഞ്ഞു, ഇതിനൊരു റൂളില്ല, എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇനി ഇത് എപ്പോഴും ഈ സർക്കിളിൽ പോകണമെന്നില്ല. ഇത് ഐഡിയേറ്റ് ചെയ്തിട്ടാണ് മനസ്സിലാവുക ഈ എന്ത് പ്രശ്നങ്ങൾ നമുക്ക് ഉപദേശിക്കാൻ വീണ്ടും പോകാം. പക്ഷെ ആ ലക്ഷറി നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ ചില സമയത്ത് ഗോറില്ല ടെസ്റ്റിംഗ് പോലെയൊക്കെ ചെയ്യേണ്ടി വരും. റാൻഡമായിട്ടുള്ള ചായക്കടയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഏത് പ്രോബ്ലം? ലൈറ്റിന്റെ പ്രശ്നം. ഡിസ്കവർ, gather insight and understand what user really needs. At first glance the problem seems simple. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? ബൾബ് വെച്ചപ്പോൾ അതിന് ഒരു ബൾബ് വെക്കാനാണ് ഈ കഥാപ്രസംഗം നടത്തുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അയാൾ എന്തായാലും വന്നു എണ്ണയൊക്കെ അടിച്ചിട്ട്, അയാൾ കാറ്റലോഗ് കൊണ്ടുവന്നു. ഇനി ആ ബൾബ് വെക്കാൻ നേരത്ത് അവൻ അവന്റെ കഥാപ്രസംഗം നടത്താൻ നിൽക്കാന്ന് തോന്നും. റീസൺ എന്താന്ന് വെച്ചാൽ
ഡിസ്കവറി ഫേസിൽ എനിക്ക് മനസ്സിലായി ശരിക്കും പ്രശ്നം ബൾബില്ല എന്നുള്ളതല്ല. അമ്മയ്ക്ക് പുസ്തകം വായിക്കുന്ന സമയത്ത് വെളിച്ചമില്ല എന്നുള്ളത് അല്ലേ? വളരെ സിമ്പിൾ സൊല്യൂഷൻ അല്ല, സിമ്പിൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. The real issue was in the bulb itself, but the placement of the light source. And ബാക്കി കാര്യങ്ങൾക്കൊക്കെ ലൈറ്റ് ഓക്കെയാണ്. വായനയുടെ കാര്യം വരുമ്പോഴാണ് ഈ ലൈറ്റ് പ്രശ്നമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ റീഫ്രേസ് ചെയ്തു, ഹൗ മൈറ്റ് മീ ഇംപ്രൂവ് ദ റീഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് മൈ മദർ. ഇതായിരുന്നു എൻ്റെ ഡെഫിനിഷൻ, ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ആൻഡ് ഞാനത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആക്കി. ഇത് ഗോൾ റീഡ് പോസ്റ്റ് ലഞ്ച് അവേഴ്സ് ആയിരുന്നു. യൂസർ സ്റ്റോറി, as a mom who enjoys reading post lunch, I want better light so that I can read comfortably without straining eyes. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ യൂസർ സ്റ്റോറി ഉണ്ടാക്കുന്നത്. അല്ലാതെ യൂസർ സ്റ്റോറിനകത്ത് ക്ലയന്റ് ആസ്ക്ഡ് ഫോർ എ ബൾബ് എന്ന് വെക്കുന്നത് പല ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ പല ടീം ലീഡറും പല കമ്പനിയിലും ചെയ്യുന്നതാണ്. ഈ ക്ലയന്റ് ചോദിച്ചു, ക്ലയന്റ് പലതും ചോദിക്കും. അപ്പൊ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവും, പരിപാടി നടക്കില്ല. Then ideate പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്. ഇപ്പൊ നമുക്ക് പ്രോബ്ലം മനസ്സിലായി, ബൾബല്ല എന്നാ പിന്നെ എന്താ പ്രശ്നം, വെളിച്ചില്ലായ്മയാണ് പ്രശ്നം. അത് ഐഡന്റിഫൈ ചെയ്യുക. അഗെയിൻ നോ ജഡ്ജ്മെന്റ്, എന്ത് പൊട്ടത്തരം വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് എഴുതി വെച്ചു. ഇൻട്രൊഡ്യൂസ് എ ടാസ്ക് ലൈറ്റ്. ഒന്ന് ടാസ്ക് ലൈറ്റ് അല്ലെങ്കിൽ ടേബിൾ ലാമ്പ് സൈഡിൽ വെക്കും. മൂവ് ചെയർ ക്ലോസ് ടു ദ വിൻഡോ. അവിടെ ജനലുണ്ട്, ഈ കസാലെന്ന് അപ്പുറത്തേക്ക് ഇട്ടാൽ മതി, പരിപാടി കിട്ടും. അപ്ഗ്രേഡ് ബൾബ്, ഓൾറെഡി ഉള്ള ബൾബ് ഉണ്ടല്ലോ അതിന്റെ വോൾട്ടേജ് കൂട്ടിയാൽ മതി. നേരെ ഓപ്പോസിറ്റ് കണ്ണാടി വയ്ക്കുക മുകളിലായിട്ട്. യൂസ് ഓഡിയോ ബുക്ക്. ലൈറ്റിന്റെ വേണ്ട, കണ്ണടച്ച് വേണം കേൾക്കാം. പക്ഷെ ഞാൻ ആദ്യം യൂസ് ഓഡിയോ ബുക്ക് വെച്ചിട്ട് തുടങ്ങിയത്, പക്ഷെ അത് നടന്നില്ല. കാരണം അവരത് യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ട് ഈ യൂസർ ഗ്രൂപ്പിന് അത് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു ഇറ്റ്സ് നോട്ട് മൈ തിങ് എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐഡിയേഷൻ ബേസിക്കിന് പോയി. എവിടുന്ന്? പ്രോട്ടോടൈപ്പ് ചെയ്തു. ദെൻ അടുത്തത്, ഇതിൽ ഏറ്റവും പൈസ ചെലവുള്ളത് എന്താ? നെക്സ്റ്റ് കസാല മാറ്റിയിട്ട് ബൾബിന് പൈസ കൊടുക്കണ്ടേ? അപ്പൊ ചെയർ മാറ്റിയിട്ട് ഞാൻ ആദ്യം പ്രോട്ടോടൈപ്പ് പോലെ ഞാൻ അവിടെ നിന്ന് പുസ്തകം വായിച്ചു. ഓക്കെ, ടെസ്റ്റ് പോലെ ഞാൻ ചെയർ അവിടെ ഇട്ടിട്ട് അമ്മയെ കൊണ്ട് വായിച്ചു. ഇതാണ് ഇംപ്ലിമെന്റേഷൻ പരിപാടി. ആൻഡ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ബൾബും വേണ്ട, ഏത് ഇന്ന് ആലോചിച്ച പണി. 10-40 കൊല്ലം പഴക്കണ്ടിന്റെ വീട്. ഈ പിച്ചഡ് റൂഫുള്ള സ്ലോപ്പിംഗ് റൂഫുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ വീടിനാണ് ഒത്തിരി കണ്ടംപററി ലൈറ്റിങ്ങിന്റെ ക്ലോഷറായിട്ട് വന്നത്. ഞാൻ ഈ 5 കൊല്ലം ആർക്കിടെക്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിക്കുള്ളൂ ഇല്ല. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സിമ്പിളായി സോൾവ് ചെയ്യണം. ഇതിന്റെ അർത്ഥം എല്ലാപ്പോഴും ചെയർ മാറ്റിയിടാന്നല്ല കേട്ടോ. ഈ സിറ്റുവേഷനിൽ നമ്മൾ പോയപ്പോൾ യൂസർ ജേർണി വെച്ച് പോയപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റി. ഇനി ഇതിന് പ്രശ്നമുണ്ട്, രാത്രി വായിക്കാൻ പറ്റില്ല. പക്ഷെ രാത്രി ഈ യൂസർ വായിക്കുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് 3 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് പർപ്പസ് ഫസ്റ്റ്. ദെൻ എന്താണ് നമ്മുടെ സൂപ്പർ പവർ? എന്താ? എംപതി. ദെൻ ഐട്രേറ്റ്. ഒരു വിഷമവും ഇല്ലാതെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഐട്രേഷൻ ഒരു പ്രശ്നമുണ്ട്. പല ആൾക്കാരും ഐട്രേറ്റ് ചെയ്യാതിരിക്കും. സങ്ക് കോസ്റ്റ് ബയസ്. എന്താണെന്നറിയോ? ഇല്ല, നമ്മളൊക്കെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലേ ഫസ്റ്റ് ഹാഫ് ആയിട്ട് കഴിയുമ്പോഴേക്കും മനസ്സിലാവുന്നത് തല്ലിപ്പൊളി പടമാണ്. ഇറങ്ങിപ്പോയില്ല എന്താ പോലെ പൈസയും സമയവും ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതി ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് സങ്ക് കോസ്റ്റ് ബയസ് എന്ന് പറയുന്നത്. ഒരു മടി വേണ്ട, പെട്ടെന്ന് തുണ്ടൻ കണ്ടി
വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയ ബാക്ക് ടു ഡ്രോയിങ് ബോർഡ്, ആദ്യം ഒരു നോക്കാം. മനസ്സിലായോ? അപ്പൊ ഐറ്ററേറ്റ്. Now you finish level 1. അല്ലേ? കാര്യം മനസ്സിലായി. നമ്മൾ ഫസ്റ്റ് ലെവല് ഫിനിഷ് ചെയ്തു. പക്ഷെ മെയിൻ പരിപാടി തുടങ്ങുന്നത് ഇവിടെ അല്ല, ലെവൽ 2, ദ പാത്ത് ഓഫ് പർപ്പസ്. നമ്മൾ ഈ ഇപ്പൊ സംസാരിച്ച കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജേർണിയിൽ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ആൻഡ് ലെറ്റ്സ് ഡിസൈൻ എ ബെറ്റർ വേൾഡ് ടുഗദർ.